PA അഹമ്മദ് കബീർ MLA UDF-കാരനായ ആൾ രസികനാണ്. പക്ഷേ പറഞ്ഞ് കാട് കയറുമ്പോൾ ചില നഗ്നസത്യങ്ങൾ അറിയാതെ വെളിച്ചത്ത് വരും. സഭയിൽ നയപ്രഖ്യാപനത്തെ എതിർത്ത് കബീർക്ക ഘോരഘോരം പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞ സർക്കാർ അഴിമതിക്കാരാണെന്ന് പറയാതെ പറഞ്ഞുപോയി. മാത്രവുമല്ല UDF മേഖലാ ജാഥകളിൽ പോയവരെല്ലാം രണ്ടാം കിട നേതാക്കളാണെന്നും പറഞ്ഞു വെച്ചു. എന്നാൽ കയ്യോടെ തന്നെ KB ഗണേഷ് കുമാർ സംഗതി വിശദമാക്കി വെളിച്ചത്താക്കി. ഞങ്ങളുടെ കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ചുള്ള പുകമറ സൃഷ്ടിച്ച് ഈ സർക്കാർ എത്ര കാലം മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഈ സഭയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കൂ. അഴിമതി നടന്നോ എന്നുള്ളത് ഞാൻ അങ്ങനെ പറയണ്ട. അഴിമതിയുടെ കാര്യം ഈ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിലെ എല്ലാ നഗരപ്രദേശങ്ങളിലും ദേശാഭിമാനിക്ക് ഈ പടുകൂറ്റൻ കെട്ടിടങ്ങൾ എവിടെ നിന്ന് വന്നു? എവിടെയാണ് ഈ കൈരളി ചാനൽ വന്നത്? ആരും ഒന്നും പറയണ്ട. ഇവിടെ UDF അഴിമതിയുടെ പുകമറ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ശ്രമങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ നടത്തിയ മേഖലാ ജാഥകൾ പരിശോധിച്ചാൽ അറിയാം. ഞങ്ങൾ ഈ സഭയിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് ഞങ്ങൾ നടത്തിയ മേഖലാ ജാഥകൾ കേരളത്തിൽ 5 മേഖലകളിലായി ഞങ്ങളുടെ പ്രതിനിധികൾ ജാഥ നടത്തിയപ്പോൾ ഞങ്ങളുടെ മുൻനിര നേതാക്കന്മാർ പോലും പോയില്ല. മറിച്ച് ഞങ്ങളുടെ രണ്ടാം നിരയിലെ നേതാക്കന്മാരെ പറഞ്ഞയച്ച് കേരളത്തിൽ 5 മേഖലകളിലായി ജാഥ നടത്തിയപ്പോൾ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം CPM-ന് നൽകുന്ന മുന്നറിയിപ്പുണ്ട്. CPM നൽകുന്ന ഒരു ഭീഷണിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ആ ഭീഷണി എന്ന് പറയുന്നത് ജനകീയ മുന്നേറ്റം, ജനകീയ അടിത്തറയുള്ള ഒരു മുന്നണി സംവിധാനമായി കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരികയാണ്. ഞങ്ങളെ വിരട്ടരുത്. CPM-ന്റെ അങ്ങോട്ട് പറയേണ്ടത് ഞങ്ങളെ വിരട്ടരുത്. ഞങ്ങൾ UDF എന്ന് പറയുന്നത് ജനായത്ത സംവിധാനത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. എൻ്റെ സുഹൃത്ത് ശ്രീ അഹമ്മദ് കബീർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. കാരണം അഴിമതിക്കെതിരെ ഒരു വികാരമുള്ള മനുഷ്യനാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അത്തരത്തിൽ ഒരു അദ്ദേഹം തന്നെ വാക്ക് തെറ്റിയിട്ടാണെന്ന് തോന്നാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അഴിമതി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ അഴിമതി ഒരു പുകമറയാക്കരുത്. അപ്പോൾ അഴിമതി ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും അത് പുകമറയാക്കരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു ജാഥ നടത്തി അതിന് രണ്ടാം കിട നേതാക്കളെ അയച്ചു എന്നാണ്. മുസ്ലിം ലീഗിലെ CH-ന്റെ മകനായ മുനീർ രണ്ടാം കിട നേതാവ് എന്നാണ് ആയത്. എൻ്റെ സുഹൃത്തായ സതീശനാണ് നമ്മുടെ ഈ മേഖലയിൽ രണ്ടാം നിര. അപ്പം അവരെ മുനീറിനെ രണ്ടാം നിരയെ തള്ളണ്ട. കാരണം CH-ന്റെ മകനായ മുനീർ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു താല്പര്യമുള്ള ചെറുപ്പക്കാരൻ. അതുപോലെ VD സതീശനാണ് ഞങ്ങളുടെ നാട്ടിലൂടെ പോയ ജാഥ നയിച്ചത്. സതീശൻ ഒരു രണ്ടാം നിര നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന പലരേക്കാളും ഒന്നാം തര നേതാവിൻ്റെ പ്രകടനമാണ് സതീശൻ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒന്നായാലും രണ്ടായാലും കൊള്ളാം. മുൻനിര നേതാക്കൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന അഴിമതിയില്ലാത്ത ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ നേരിടാൻ അത്ര ധൈര്യം പോരാത്തതുകൊണ്ടായിരിക്കും മുൻകിട നേതാക്കൾ ഇറങ്ങാത്തത്. കാരണം ഇറങ്ങിയാൽ അവരുടെ വിരൽ അവരുടെ നേരെ ചൂണ്ടും. ഈ സർക്കാരിനെതിരെ ഒരു വിരൽ പ്രതിപക്ഷം ചൂണ്ടിയാൽ മുൻനിര നേതാക്കൾ ഇറങ്ങിയാൽ 4 വിരൽ അവരുടെ നേരെയായിരിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് അവരിറങ്ങാത്തത്. അതിൽ തെറ്റില്ല. സംഗതി സഭയിൽ പ്രസംഗിക്കുമ്പോൾ കോമഡി വേണമെന്നത് ശരിയാണ്. എന്നാൽ കബീർക്കായ്ക്ക് പറ്റിയതുപോലെയുള്ള ട്രാജഡികൾ ശ്രദ്ധിക്കണമെന്നതാണ് ഡെമോക്രസിക്ക് പറയാനുള്ളത്. പിന്നെ എവിടെ അബദ്ധം പറ്റിയാലും തോണ്ടിക്കൊണ്ടുവരാൻ സഭയ്ക്കുള്ളിൽ തന്നെ ഇരുത്തം വന്നതും വരാത്തതുമായ കോമഡിക്കാർ ഉള്ളതുകൊണ്ട് ഡെമോക്രസി രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ ഈ സഭ കഴിയുമ്പോഴേക്കും എന്തൊക്കെ കോമഡികൾ കാണേണ്ടി വരുമെന്നോർത്ത് ഇപ്പോഴേ ചിരി അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.